അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നമ്മൾ ബീച്ചിൽ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അലു ഹാദിൽ ഇതാ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നതായിട്ട്. ഇത് ആലുവിൻ്റെ അടുത്തും ഹാദി ഇട്ടോളത്തെ സെയിം ഡ്രസ്സ് ഉണ്ട്. അപ്പം മാമിൻ്റെ വീട്ടിൽ പോയിട്ട് ഓൻക്ക് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകും. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മാമിൻ്റെ വീട്ടിലാണ് വാവായി ഉള്ളത്. അപ്പോൾ അവളെയും കൂട്ടണം. അങ്ങനെ ഇതാ നമ്മൾ നേരെ പോക്കാണ്. അങ്ങനെ ഇതാ വാവായിനെയും കൂട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോക്കായി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു റൂട്ടിലൂടെ എന്താണ് പോക്ക്. അപ്പോൾ എനിക്ക് പറഞ്ഞു നമുക്ക് മാപ്പിൽ ലൊക്കേഷൻ അടിച്ചിട്ട് ഷോർട്ട് കട്ടിലൂടെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മളൊരു കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടല്ല, ഏതോ ഒരു ചെറിയ നാരോ റോഡാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ കുറേ പോയത്. നല്ല പണി കിട്ടിയെന്ന് വേണ്ടിക്ക് പറയാം. അപ്പം മുഴപ്പിലങ്ങാട് ബീച്ചിൽ എന്തെല്ലോ പരിപാടി ഓപ്പൺ ആയിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോവാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പോയപ്പം അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിട്ടില്ല. അവിടെ വലിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഓപ്പൺ ഒന്നല്ല, നോർമൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ടീ ഷോപ്പ് പോലെ, ഒരു കഫേ പോലെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് തോന്നും. അത് ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരിക്കും. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. രാത്രിക്ക് ലൈറ്റെല്ലാം ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എത്തിയത് കറക്റ്റ് ഏകദേശം സൺസെറ്റിൻ്റെ ടൈമിലാണ്. എന്നാലും ലേറ്റാണ്, കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ സൺസെറ്റിൻ്റെ അത് കറക്റ്റ് ടൈമിലാണ്. അപ്പോൾ ഇതാ എനിക്കൊക്കെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ കാറിൽ തന്നെ മെല്ലനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അത് ആ ഒരു സൈഡാണ് പാർക്ക് വരുന്നത്. പക്ഷേ ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല തോന്നുന്നു. ജനുവരിയിൽ പണി പൂർത്തിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. നമ്മൾ പോയപ്പോൾ വിചാരിച്ചു അപ്പോൾ കുട്ടികളെല്ലാം കാറിൽ ഇതാണ് പാർക്ക് വരുന്ന ഭാഗം. പിന്നെ എൻചിക്കാക്ക മാമിനോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മാമി ഡ്രൈവ് ചെയ്യലാണ്, ഞാനും മാമിയും ഒപ്പരാണ് എന്നോടും ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ കുറേ ആയി വണ്ടി എടുക്കലില്ല. അപ്പം എനിക്ക് തിരെ ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു മാമി എന്നെ എടുത്തോ, ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് കിട്ടിയ പാടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഡ്രൈവിങ്ങിനോട്. പിന്നെ അത് എടുക്കാതെ നിന്നപ്പോൾ ഭയങ്കര മടിയായിപ്പോയി. പിന്നെ മതി വേണ്ട എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇതാ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തു. പിന്നെ കുട്ടികൾ പറഞ്ഞു അവർക്ക് ഡിക്കിയിൽ ഇരുന്നിട്ട് വണ്ടി പാട്ടിൽ വെച്ചിട്ട് വണ്ടി എടുക്കുക, ഡിക്കിയിൽ ഇരിക്കണമെന്ന്. അപ്പോൾ ഇതാ നമ്മളൊരു സൈഡാക്കി അവരെ ഡിക്കിയിലിരുത്തി കൊടുക്കലാണ്. അപ്പോൾ ഇതാ ബാവായും അലുവും ഹാദിയും മൂന്നാളും കൂടി ഡിക്കിയിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഡിക്കിയിലിരിക്കലാണ്. അപ്പോൾ ഇതാ ഏകദേശം സമയം ആവാറായിട്ടുണ്ട്, ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ മാമി എൻചിക്കാക്കും വൻ ഫോട്ടോഷൂട്ടിലാന്നുള്ള. ഇവർ മൂന്നാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാറിൻ്റെ ഡിക്കിലിരുന്നിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാ ഹാദി ഇങ്ങനെ എന്താ സംഭവം എന്നുള്ള രീതിയിലാണുള്ളത്. അവിടെ കുറേ ആളുണ്ടായിരുന്നു, നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇതാ സമയം ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഡിക്കിലിരുന്നിട്ട് പോകണമെന്ന്. അപ്പോൾ ഇതാ എഞ്ചി കാക്ക അവരെ ഇരുത്തി കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇതാ കാറിൽ കയറി പോയിട്ടുണ്ട്. സ്പീഡിൽ ഇവിടെ പാട്ട് സൗണ്ടാക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മെല്ലനെ പോയിട്ടുള്ളൂ. പിന്നെ കുട്ടികളെ ബാക്കിലായതുകൊണ്ട് പിന്നെ ഭയങ്കര പേടിയായിട്ട് പിന്നെ മെല്ലനെയാണ് പോയത്. എന്തായാലും അവർ ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിതാ ആളു ഭയങ്കര കളിയിലാണ്. അവൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ എന്നോട് വീഡിയോ എടുക്ക്, ഞാൻ ആക്കാന്നല്ല പറഞ്ഞ്. പിന്നെ എഞ്ചിക്ക പുതിയ മോഡൽ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവനക്ക് എന്തെല്ലോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളത് ചെയ്യലാണ്. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. എന്നെ പോലെ ഇതിൻ്റെ കോണ് ഭയങ്കര ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഞാനൊരു എക്സ്ട്രാ കോണ് വാങ്ങിയിട്ട് അത് തിന്നു. പിന്നെ അപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോക്കായി. അപ്പോൾ ആകാശത്ത് മൂണിനെ കണ്ടപ്പോൾ മൂണിൻ്റെയും സ്റ്റാറിൻ്റെയും ഒരു ഫോട്ടോ വീഡിയോ എടുക്കുക വിചാരിച്ചു. ഇനി നമുക്ക് എൻ്റെ ബ്രദറിനെ കൂട്ടാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവൻ കോയമ്പത്തൂർ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എക്സാം കഴിഞ്ഞിട്ട് അവന് തലശ്ശേരിയിൽ എത്തിയിട്ടില്ല. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യും. ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ വരുമ്പോൾ അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ അവനെ വിളിച്ചതും അവൻ വരുന്നുണ്ട് പറഞ്ഞതല്ല. അപ്പോൾ നമ്മൾ അവനെ കൂട്ടാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം അവനെ കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കല്ലുമ്മക്കായി സ്നാക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അവനെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകും. അപ്പോൾ കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. അവൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ എത്തിയിട്ടുണ്ട്. ഓപ്പണായി. അപ്പോൾ അവനെയും കൂട്ടി ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ചായക്കട തപ്പി ലാസ്റ്റ് ഒരു ചായക്കടയിൽ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും കുടിച്ചു, കല്ലുമ്മക്കായും കഴിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓക്കെ. ഇതും കൂടി എടുത്ത്